മഹാപ്രഭുവായ ശ്രീമന്നാരായണൻ പൃഥു മഹാരാജാവിനോടുള്ള തൻ്റെ ഉപദേശം തുടരുകയാണ്. ദ്വിജശ്രേഷ്ഠന്മാരുടെ അനുമതിയോടുകൂടി ശാസ്ത്രവിധിപ്രകാരം അനുഷ്ഠിക്കുന്ന പ്രജാപരിപാലനം എന്ന മുഖ്യധർമ്മവും മറ്റു ധർമ്മങ്ങളും അനുഷ്ഠിച്ചാൽ അങ്ങേക്ക് അർത്ഥം, കാമം എന്നീ പുരുഷാർത്ഥങ്ങൾ സ്വാഭാവികമായും അനായാസമായും വന്നു ചേരും. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അങ്ങ് പ്രജകൾക്ക് പ്രിയങ്കരനായ ഭരണാധിപനായി ഭവിക്കും. പ്രജകളൊക്കെയും അങ്ങയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. അങ്ങനെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ അധികം താമസിയാതെ തൻ്റെ ഗൃഹത്തിന് സമീപത്തു വെച്ച് സിദ്ധന്മാരായ സനകാദി മുനിമാരെ കണ്ടുമുട്ടും. അവർ അങ്ങേക്ക് മോക്ഷധർമ്മം ഉപദേശിച്ചു തരും. അപ്രകാരം അങ്ങേക്ക് പരമപുരുഷാർത്ഥവും സിദ്ധിക്കും. ഒരു ജീവിതത്തിൽ ശ്രേയസ്സിനു വേണ്ടത് എന്താണ് എന്നുള്ളത്, എന്താണ് അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരികയാണ് ഇവിടെ. ഈ ഭാഗങ്ങൾ ഒക്കെയാണ് നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കേണ്ടത്. ഈ കേൾക്കുന്ന ഭാഗങ്ങൾ സ്വജീവിതത്തിൽ അനുഷ്ഠിക്കുവാൻ നമ്മൾ സന്നദ്ധരാണ് എങ്കിൽ ഈ പറയുന്ന എല്ലാ അനുഭവങ്ങളും നമുക്കുണ്ടാകും. നമുക്കതൊന്ന് കേൾക്കാം. ദ്വിജശ്രേഷ്ഠന്മാരുടെ അനുമതിയോടുകൂടി ശാസ്ത്രവിധിപ്രകാരം അനുഷ്ഠിക്കുന്ന പ്രജാപരിപാലനം എന്ന മുഖ്യധർമ്മം. ശാസ്ത്രവിധിപ്രകാരം അനുഷ്ഠിക്കുന്ന പ്രജാപരിപാലനം എന്ന മുഖ്യധർമ്മം എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? എന്തിനാ ദ്വിജശ്രേഷ്ഠന്മാരുടെ അനുമതിയോടുകൂടി ശാസ്ത്രവിധിപ്രകാരം എന്ന് പറഞ്ഞത്? അതിനൊരു കാരണമുണ്ട്. ശാസ്ത്രം പല രീതിയിൽ വ്യാഖ്യാനിക്കാം. സംസ്കൃത ഭാഷയ്ക്ക് ഉള്ളൊരു ഗുണവും ഒരു പോരായ്മയും അത് തന്നെയാണ്. വാക്കുകളെ, ധാതുക്കൾക്ക് പല വിധത്തിലുള്ള അർത്ഥങ്ങളാണ്. ഒരർത്ഥമല്ല ഒരു ധാതുവിനുള്ളത്. ധാതുവിൽ നിന്നാണ് വാക്കുണ്ടാവുന്നത്. അപ്പൊ ധാതുക്കൾക്ക് പല അർത്ഥങ്ങളാണ്. ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാകും ഒരു ധാതുവിന്. അപ്പം അതിൻ്റെ അവസരോചിതമല്ലാത്ത അർത്ഥമെടുത്തിട്ട് വാക്കുകളെ ദുർവ്യാഖ്യാനത്തിന് വിധേയമാക്കാം. അങ്ങനെ ഓരോരുത്തരും പണ്ഡിതന്മാർ ആണെങ്കിൽ ധാതുക്കളുടെ അർത്ഥം ഉപയോഗിച്ച് വാക്കുകളെ വ്യാഖ്യാനിക്കണമെങ്കിൽ പാണ്ഡിത്യമില്ലാതെ പറ്റില്ല. അപ്പം ഓരോ പണ്ഡിതന്മാരും അവരുടേതായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിക്കും. അങ്ങനെ ശാസ്ത്രത്തെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാം. അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടാതിരിക്കാൻ ആ ശാസ്ത്രം വേണ്ടതുപോലെ പഠിച്ച് അഭ്യസിച്ച ശ്രേഷ്ഠരായിട്ടുള്ളവരുടെ അനുമതിയോടുകൂടി വേണം അത് സ്വീകരിക്കാൻ. ശാസ്ത്രത്തിൻ്റെ അർത്ഥത്തെ അത് അഭ്യസിച്ച് സ്വായത്തമാക്കിയിട്ടുള്ളവരുടെ അഭിപ്രായവും കൂടി മാനിച്ചു വേണം സ്വീകരിക്കാൻ. എന്തിനാ അങ്ങനെ സ്വീകരിക്കുന്നത്? നമ്മൾ എന്തിനാ ഈ ശാസ്ത്രത്തിലെ വിധികളെ അനുസരിക്കുന്നത്? ശ്രേയസ്സിന് വേണ്ടിയിട്ടാണ്, ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. സാധാരണമായ തലത്തിൽ നിന്ന് അസാധാരണമായ തലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് പരമ്പരാഗതമായിട്ട് ഇത് അഭ്യസിച്ച് വന്നിട്ട് സ്വാനുഭവത്തിലൂടെ ഇതിനെ ഊട്ടി ഉറപ്പിച്ചവരുടെ സമ്മതവും കൂടി നമ്മുടെ വ്യാഖ്യാനങ്ങൾക്കുണ്ട് എങ്കിൽ നമ്മൾ പോകുന്ന വഴി ശരിയായ വഴിയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. വെറുതെ പുസ്തകം വായിച്ചവർ അത് അഭിപ്രായം മാനിക്കാനല്ല ഈ പറഞ്ഞിരിക്കുന്നത്. ദ്വിജശ്രേഷ്ഠന്മാർ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പണ്ഡിത ശ്രേഷ്ഠന്മാർ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെ പറയാതെ ദ്വിജശ്രേഷ്ഠന്മാർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഒന്ന് പരമ്പരാഗതമായിട്ട് ഇത് അഭ്യസിച്ചവരാണ്, ഒരു പരമ്പരയിൽ പെട്ടവരാണ്. രണ്ട്, ഈ അഭ്യാസം അനുഭവമാക്കി മാറ്റിയിട്ടുള്ളവരും കൂടിയാണ്. അപ്പം ചില വാക്കുകൾ ചില രീതിയിൽ അർത്ഥം പറഞ്ഞാൽ പാണ്ഡിത്യപരമായിട്ട് അത് ശരിയായിരിക്കാം, പക്ഷെ അനുഭവപരമായി അത് ശരിയായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അനുഭവപരമായി ശരിയല്ലാത്തത് തള്ളാനും അനുഭവപരമായി ശരിയായിട്ടുള്ളത് സ്വീകരിക്കുവാനും അത് അഭ്യസിച്ച് അനുഭവം വന്നവരുടെ അഭിപ്രായങ്ങളും കൂടി മാനിക്കണം.
അല്ലാതെ വെറും പാണ്ഡിത്യത്തിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രത്തെ വ്യാഖ്യാനിച്ചാൽ അത് കൃത്യമാവുകയില്ല. സ്വാനുഭവത്തിന്റെ സ്വാദോടുകൂടി വേണം വ്യാഖ്യാനിക്കാൻ. അല്ലെങ്കിൽ എന്ത് പറ്റും? അല്ലെങ്കിൽ തെറ്റിപ്പോകും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ദ്വിജശ്രേഷ്ഠന്മാരുടെ അനുമതിയോടുകൂടി ശാസ്ത്രവിധി പ്രകാരം അനുഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞത്. ശാസ്ത്രവിധി മാത്രമല്ല പറഞ്ഞത്. അപ്പൊ നമുക്ക് മുമ്പേ പോയവരുടെ അനുഭവിച്ചവരുടെ അഭിപ്രായങ്ങളും കൂടി കേട്ട് ശാസ്ത്രവിധി പ്രകാരം പ്രജാപരിപാലനം എന്ന മുഖ്യധർമ്മവും മറ്റുള്ള ധർമ്മങ്ങളും, നമുക്കൊരു ധർമ്മം മാത്രമായിരിക്കുകയല്ല ഉള്ളത്. നമ്മുടെ സ്വഭാവത്തില് പല ചേരുവകൾ ഉണ്ടാവാം. ഒരു പ്രധാന സ്വഭാവം ഉണ്ടാകാം, അതോടൊപ്പം തന്നെ മറ്റു ചില ഘടകങ്ങളും ഉണ്ടാകാം. അങ്ങനെ മറ്റു ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയും പരിപോഷിപ്പിക്കണം. അതും ധർമ്മമാണ്. പ്രധാന സ്വഭാവവും അനുബന്ധ സ്വഭാവങ്ങളെയും പരിപോഷിപ്പിക്കണം. അപ്പം സ്വന്തം പ്രധാന ധർമ്മം എന്താണെന്ന് കണ്ടെത്തി അതനുവർത്തിക്കണം. അതോടൊപ്പം തന്നെ തൻ്റെ ഉള്ളിലുള്ള മറ്റ് ഘടകങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് അതിനെയും അനുവർത്തിക്കണം. അപ്പോൾ അതിനെല്ലാം ശാസ്ത്രം സഹായിക്കും. ശാസ്ത്രം നമ്മൾ കൃത്യമായിട്ടാണോ മനസ്സിലാക്കുന്നത് എന്നറിയാൻ അനുഭവമുള്ളവരുടെ വാക്കുകളും കൂടി കേൾക്കണം. അങ്ങനെ അനുഭവമുള്ളവരുടെ വാക്കുകളും കൂടി കേട്ടിട്ട് ശാസ്ത്രം മനസ്സിലാക്കിയില്ലെങ്കിൽ പലപ്പോഴും തെറ്റുപറ്റാം. തെറ്റിയാൽ എന്താ? തെറ്റിയാൽ നമ്മുടെ ഉദ്ദേശത്തിലെത്താൻ വൈകും. അത്രേ ഉള്ളൂ. നമ്മളെന്തിനാ ഇതൊക്കെ പഠിക്കുന്നത്? നമ്മളിതൊക്കെ പഠിക്കുന്നത് തോന്നിയതുപോലെ വ്യാഖ്യാനിച്ച് സ്ഥാപിക്കാനല്ലല്ലോ. നമ്മളിത് പഠിക്കുന്നത്, പറയുന്നതും കേൾക്കുന്നതും പഠനത്തിന്റെ ഭാഗമാണ്. നമ്മളിത് പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തെ ഇപ്പോൾ ഉള്ളതിലും കൂടുതൽ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു വാദഗതി ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി മാത്രം പഠിക്കുന്നവരല്ല. നമ്മുടെ പ്രധാന ഉദ്ദേശം ഇത് പഠിച്ച് പരീക്ഷ പാസ്സാവുക, ആൾക്കാരുടെ ഇടയിൽ ആളാവുക എന്നുള്ളതല്ല. ഇത് സ്വാംശീകരിച്ച് നമ്മുടെ ജീവിതത്തെ ഇപ്പോൾ ഉള്ളതിലും കുറച്ച് നന്നാക്കാൻ വേണ്ടിയാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ വായിച്ചറിയുന്നത് കൃത്യമായിട്ടുള്ളതാണോ എന്നറിയുവാൻ ഇതിനു മുമ്പ് ഇത് അറിഞ്ഞ് അനുഭവിച്ചവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അവിടെ ഇന്നത്തെ കാലത്ത് ശ്രദ്ധിക്കണം. ഇന്നത്തെ കാലത്ത് ഈ വായിച്ചറിഞ്ഞവരെല്ലാം അനുഭവമുള്ളവരാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ നെല്ലേതാ പതിരേതാണെന്ന് തിരിച്ചറിയാൻ വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. കാരണം നെല്ലിനേക്കാൾ കൂടുതൽ പതിരുകളാണുള്ളത്. ഈ പതിരുകളെല്ലാം സ്വയം പ്രഖ്യാപിത നെല്ലുകളുമാണ്. അവരുടെ കേമത്ത് ആരാ പറഞ്ഞത്? അവര് തന്നെയാണ് ഇരുന്ന് പറയണത്. അവരവരുടെ കേമത്തം അവരവര് തന്നെ ഘോഷിക്കുന്ന ഈ കാലഘട്ടത്തില് ഇതിൽ ഏതാ ശരി ഏതാ തെറ്റെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം പോകാൻ. ഈശ്വരാനുഗ്രഹം നന്നായിട്ടുള്ളവർക്ക് മാത്രമേ കൃത്യമായിട്ടുള്ള വഴിയെ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് 100% ഉറപ്പായി, ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചു. അപ്പൊ അതുകൊണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വാളെടുത്തവരെല്ലാം വിളിച്ചപ്പാടാ. എത്ര പണ്ഡിത ശ്രേഷ്ഠന്മാരായി, എത്ര അനുഭവമുള്ളവരാണ്. 2, 3, 4 മാസം സാധന ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അനുഭൂതികളുടെ ഉന്നത ശൃംഗങ്ങളിലേക്ക് അനായാസം ഗമിച്ച മഹാത്മാക്കളുടെ ധാരാളിത്തമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് അനുഭവമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ വാക്കുകൾ കേൾക്കണം എന്നല്ല. അവരെ നമ്മൾ നിരീക്ഷിക്കണം. അവർ പ്രയോഗിക്കുന്ന വാക്കുകൾ, അവരുടെ സ്വഭാവം, ഇതെല്ലാം നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അവർ പറയുന്നത് കേൾക്കാൻ. അങ്ങനെ ഉള്ളവരെയാണ് ഈ ദ്വിജശ്രേഷ്ഠർ. ദ്വിജൻ എന്ന് പറഞ്ഞത് രണ്ടാമത് ജനിച്ചവൻ. അതായത് ഒരു പരമ്പരയിൽപ്പെട്ട് ഏത് ശാസ്ത്രത്തിന്റെ അർത്ഥമാണോ നാം തേടുന്നത് ആ ശാസ്ത്രത്തിൽ വിധിയാകും വണ്ണം പഠിച്ചയാള്, അനുഭവമുള്ളയാൾ. ദ്വിജശ്രേഷ്ഠന്മാരുടെ അനുമതിയോടുകൂടി ശാസ്ത്രവിധി പ്രകാരം അനുഷ്ഠിക്കുന്ന പ്രജാപരിപാലനം എന്ന മുഖ്യധർമ്മം, മുഖ്യ സ്വഭാവം. അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ സ്വഭാവങ്ങളും ഉണ്ടാകും ഒരു മനുഷ്യന്. മറ്റ് ഉള്ള ധർമ്മങ്ങളും അനുഷ്ഠിച്ചാൽ അങ്ങേക്ക് അർത്ഥം, കാമം എന്നീ പുരുഷാർത്ഥങ്ങൾ സ്വാഭാവികമായും അനായാസമായും വന്നു ചേരും. ധാർമ്മികമായ വഴിയിലൂടെ പ്രയത്നിച്ചാൽ, സ്വഭാവാനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ അനുവർത്തിച്ചാൽ അർത്ഥവും കാമവും അനായാസേന വന്നു ചേരും. വേറൊന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല.
ശ്രീമൻ നാരായണൻ നേരിട്ട് വന്ന് പൃഥുമഹാരാജാവിനോട് ഉപദേശം പകർന്നു കൊടുക്കുമ്പോൾ തന്നെ ആരാധിച്ചാൽ അവർക്കിതെല്ലാം കിട്ടും എന്നല്ല പറഞ്ഞത്. ഇന്നത്തെ മഹാത്മാക്കളെ പോലെ അദ്ദേഹത്തിനും സ്വന്തം കാഹളം ഊതാമായിരുന്നു. അത് അദ്ദേഹം ചെയ്തില്ല. എന്റെ പാദങ്ങളെ സേവിച്ചാൽ മതിയാകുമല്ലയോ പൃഥുമഹാരാജാവേ, അങ്ങേക്കെല്ലാം അനായാസം കിട്ടും എന്ന് പറഞ്ഞില്ല. രാജാവിനോട് പറഞ്ഞത് അങ്ങയുടെ സ്വഭാവാനുസൃതമായ പ്രവർത്തികളിൽ മുഴുകുക. അങ്ങനെ മുഴുകുന്നതിന് ശാസ്ത്രം അങ്ങയെ സഹായിക്കും. അങ്ങ് ആ ശാസ്ത്രം മനസ്സിലാക്കിയിട്ടുള്ളത് ശരിയായിട്ടുള്ള രീതിയിലാണോ എന്നറിയുവാൻ അത് അറിഞ്ഞ് അനുഭവിച്ചവരുടെ വാക്കുകളും കൂടി ശ്രദ്ധിക്കണം. അറിഞ്ഞനുഭവിച്ചവരുടെ വാക്കുകൾക്ക് ചെവി കൊടുത്തുകൊണ്ട് ശാസ്ത്രത്തിൽ നിന്ന് ഗ്രഹിക്കാവുന്നത് ഗ്രഹിച്ച് സ്വധർമാനുഷ്ഠാനം ചെയ്യുക. അപ്പോൾ അർത്ഥവും കാമവും അനായാസേന വന്നു ചേരും. അതായത് അർത്ഥം എന്ന് പറഞ്ഞാൽ മൂല്യമുള്ളത്, കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹപൂർത്തീകരണം. ജീവിതം അർത്ഥപൂർണമായി തീരും. ആഗ്രഹപൂർത്തീകരണത്തിലൂടെ സമാധാനവും സന്തോഷവും ഉണ്ടാകും. അപ്പൊ സ്വധർമാനുഷ്ഠാനത്തിലൂടെ ഒരാളുടെ ജീവിതം മൂല്യമുള്ളതാണ് എന്ന് തിരിച്ചറിയുകയും ആ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവുകയും ചെയ്യും എന്നാണ് ഈ പറയുന്നത്. അതിന് വേറെ ഒന്നും ചെയ്യണ്ട, അതിന് ഇത്രയും ചെയ്താൽ മതി. ശ്രീമൻ നാരായണന്റെ വാക്കുകളാണ്. കാമം എന്നീ പുരുഷാർത്ഥങ്ങൾ സ്വാഭാവികമായും അനായാസമായും വന്നു ചേരും. സ്വാഭാവികമായിട്ട്, നാച്ചുറലായിട്ട് വരും. അപ്പം നമ്മൾ ഓരോരുത്തരും അഭിവൃദ്ധിക്ക് വേണ്ടി ജനിച്ചവരാണ്. ഈ അടുത്തിറങ്ങിയ ഒരു പുസ്തകത്തിന്റെ പേരാണ് ബോൺ ടു ഫ്ലറിഷ്. ജനിച്ചത് അഭിവൃദ്ധിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഭാരതീയ മഹർഷീശ്വരന്മാരെ സംബന്ധിച്ചിടത്തോളം ഓരോ ജന്മവും അഭിവൃദ്ധിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ച് എടുക്കുന്ന ജന്മങ്ങളാണ്. അതിന് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്നത്തെ കാലഘട്ടത്തില് ഒരുപാട് യാഗങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിലാണ്. മനുഷ്യരുടെ മനസ്സിലെ ആഗ്രഹങ്ങളെ സഫലീകരിച്ചു കൊടുക്കും എന്ന് വ്യാമോഹിപ്പിച്ച് അവരുടെ കീശയിലിരിക്കുന്ന ഇല്ലാത്ത കാശ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഇറങ്ങുന്ന യാഗങ്ങളുടെ ബ്രോഷറുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്തോരം പൈസയാണ് വഴിപാടിനത്തിൽ ഓരോരുത്തരും ചോദിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഇവിടെ എല്ലാം ത്യജിച്ചവർ എന്ന് അവകാശപ്പെടുന്ന മഹാമനീഷികളും. ഒന്ന് ആലോചിച്ച് നോക്ക്. എല്ലാം ത്യജിച്ചവരുടെ നേതൃത്വത്തിലാണ് ഈ കാശ് പിരിക്കൽ നടക്കുന്നത്, ആധ്യാത്മിക കാശ് പിരിക്കൽ. മഹാഭാഗവതത്തിൽ ഈ പറഞ്ഞ ഭാഗങ്ങളെല്ലാം ഇവിടെ ഇരിക്കെ ഇതൊന്നും പ്രചരിപ്പിക്കാതെ ഇതിന് പകരം ഈ ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന കാശ് പിരിക്കാനുള്ള തന്ത്രങ്ങളുമായിട്ട് ആൾക്കാർ ഇറങ്ങുകയാണ്. ജനങ്ങളാകട്ടെ പെടാപ്പാട് പെടുകയാണ്. അപ്പം എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഇല്ലാത്ത കാശ് ഉണ്ടാക്കി കൊടുക്കും. അതിൽ ഈ പല വഴിപാട് ലിസ്റ്റുകളും നോക്കിയാൽ ഈ അടുത്ത് ഞാൻ കണ്ട ഒരു ബ്രോഷറിലെ മിനിമം വഴിപാട് ലിസ്റ്റ് എന്ന് പറയുന്നത് 5000 രൂപയാണ്. ഇവിടുത്തെ ഒരു സാധാരണ ഹിന്ദുവിന് അതെങ്ങനെയാണ് 5000 രൂപ കൊടുക്കാൻ പറ്റുക? 500 രൂപ കൊടുക്കേണ്ടി വന്നാൽ രണ്ടറ്റം, ഒരു മാസത്തിന്റെ രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ ബുദ്ധിമുട്ടുള്ള ഹിന്ദു ഭൂരിപക്ഷമുള്ളൊരു നാട്ടിൽ 5000 രൂപ കൊടുക്കേണ്ടി വരുന്നത് ആർക്കായിരിക്കും അത് സാധിക്കുക? അങ്ങനെ വന്നാലേ ഈ ദൈവങ്ങൾ പ്രാപ്യമാവുകയുള്ളൂ എങ്കിൽ ഈ ദൈവം ഒരു വരേണ്യ വിഭാഗത്തിന്, സാമ്പത്തികമായി വരേണ്യ വിഭാഗത്തിന്, ഞാൻ വരേണ്യ വിഭാഗം എന്ന് വേറെ അർത്ഥത്തിലല്ല ഉപയോഗിക്കുന്നത്, സമ്പന്നരായിട്ടുള്ള വരേണ്യ വിഭാഗക്കാർക്ക് മാത്രം പ്രാപ്യമാകുന്ന ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഭാരതീയ സംസ്കൃതി മുന്നോട്ട് വെച്ച മറ്റൊരു മഹനീയ ചികിത്സാ പദ്ധതിയാണ് ആയുർവേദം, സംശയമൊന്നുമില്ല. പക്ഷെ അത് ഭാരതീയ സംസ്കാരത്തിൽ അഭിമാനിക്കുന്ന എത്ര പേർക്ക് അത് അഫോർഡബിൾ ആണ്? അപ്പൊ ഈ ഭാരതീയ സംസ്കൃതിയുടെ അനുഭവങ്ങള്
ഒരു സാധാരണക്കാരന് പ്രാപ്യമാണോ എന്നുള്ളത് നമ്മളിവിടെ ചിന്തിക്കണം. ഈ സംസ്കൃതിയുടെ മാഹാത്മ്യത്തെ ഉച്ചൈസ്തരം വിളംബരം ചെയ്യുന്ന ഞാനടക്കമുള്ള നമ്മളെല്ലാവരും അതിനെപ്പറ്റി ബോധവാന്മാരായിരിക്കണം. ഇന്നു കാണുന്ന ഭാരതീയ സംസ്കാരാഭിമുഖ്യത്തെ ഒരു കൂട്ടം ആൾക്കാർ ചൂഷണം ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ചൂഷണത്തിനെതിരെയും നിൽക്കേണ്ടത് അനിവാര്യമായതാണ്. ഇതേപോലത്തെ കാര്യങ്ങൾ മനുഷ്യരുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളെ പ്രചരിപ്പിക്കുന്നതിന് പകരം ഹോമങ്ങളും പൂജകളും മാത്രം പ്രചരിപ്പിക്കുന്നത് സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്ന് നിങ്ങൾ വേണമെങ്കിൽ ചിന്തിച്ചോളൂ. അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് സാധ്യമല്ല. ഇത് പണം ഉണ്ടാക്കാനുള്ള മറ്റൊരു വഴി തന്നെയാണ്. സാധുക്കളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ഒരു കൂട്ടർ സമ്പന്നരാകാൻ ശ്രമിക്കുന്നത് ഒരു ഹിന്ദു നവോത്ഥാനമാണ് എന്നൊക്കെ വെറുതെ പറഞ്ഞ് അഭിമാനിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതിൻ്റെയൊക്കെ പച്ചയ്ക്കുള്ള പേര് ചൂഷണം എന്ന് തന്നെയാണ്. ആ ചൂഷണത്തിന് കൂട്ടുനിൽക്കുന്നവർ ആരായാലും അവർ ചൂഷകരാണ്. എന്തോ ഒരു വഴിപാട്. ഞാൻ ഈ അടുത്ത് ഇപ്പൊ ഇത്രയും ഉറപ്പിച്ച് ഇത്രയും ശക്തമായിട്ട് ഇത് പറയുന്നതിൻ്റെ കാരണം ഈ എപ്പിസോഡ് എടുക്കുന്നതിന് തൊട്ടു മുമ്പ് ഞാനൊരു ബ്രോഷർ കണ്ടതിൻ്റെ ധാർമ്മിക രോഷത്തിലാണ്. സാധാരണക്കാർക്ക് അപ്രാപ്യമായിട്ടുള്ള പൂജാവിധാനങ്ങളുടെ ഒരു ഒരു കൂട്ടമാണ് ഭാരതീയ സംസ്കൃതിയെങ്കിൽ ആർക്കു വേണം ഈ സംസ്കാരം എന്ന് ചോദിച്ചാൽ അതിലെന്ത് തെറ്റാണുള്ളത്? ഇവിടെ കണ്ണീരൊഴുക്കുന്നവന്റെ കണ്ണീരൊപ്പുവാൻ, കൈകൾ ഉയർത്താൻ ഈ സംസ്കാരാഭിമാനികൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ, അവരുടെ കീശയിലിരിക്കുന്ന പേഴ്സിലിരിക്കുന്ന പണം പിടുങ്ങാനാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരെ ഈ സംസ്കാരത്തിന്റെ സംരക്ഷകരാണ് എന്ന് എങ്ങനെ പറയും? അവർ ആരായിരുന്നാലും. പേരെടുത്ത് പറയാത്തത് വ്യക്തിപരമല്ല എന്നുള്ളത് കൊണ്ടാണ്. ആ കൂട്ടത്തിൽ ഇവിടെ എല്ലാം ത്യജിച്ച പല മഹാത്മാക്കളും ഉണ്ട് എന്നുള്ളതാണ് അതിവിചിത്രമായിട്ടുള്ള കാര്യം. ഹോമങ്ങളിൽ പങ്കെടുക്കാൻ ഇത്ര രൂപ, ഹോമങ്ങളുടെ പ്രസാദത്തിന് ഇത്ര രൂപ, മന്ത്രദീക്ഷ പോലും വഴിപാടുകളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. കഷ്ടം. ഈ സംസ്കാരം അതിൻ്റെ അഭിവൃദ്ധിയിലേക്കാണോ അതിൻ്റെ അധപ്പതനത്തിലേക്കാണോ പോകുന്നത് എന്ന് ചിന്തിക്കാതിരിക്കാൻ വയ്യാതെ പോകുന്ന ഒരു കാലഘട്ടം. ഇതേപോലത്തെ മനുഷ്യർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ മഹർഷീശ്വരന്മാർ വളരെ ലളിതമായി പ്രതിപാദിച്ചതിനെ എടുത്തു വിസ്തരിച്ച് എല്ലാവർക്കും ഗുണകരമായ രീതിയിൽ പറയുന്നതിന് പകരം മറ്റു പല പൂജാഹോമങ്ങളും പറഞ്ഞ് പ്രലോഭിപ്പിച്ച്, പൂജാഹോമങ്ങൾ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, അത് മനുഷ്യന് ഉപകാരപ്രദമായി ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ മനുഷ്യന് ഉപയോഗപ്രദമായി ചെയ്യാവുന്ന സംഗതികളെ അങ്ങനെ ചെയ്യാതെ വലിയ വഴിപാട്, വലിയ പണത്തിൻ്റെ വഴിപാടുകൾക്കായിട്ട് ചെയ്യുമ്പം അത് ചെയ്യുന്നവരുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യാതിരിക്കുക എന്നുള്ളത് തെറ്റാണ്. അത് ഞാൻ ചെയ്താൽ നിങ്ങളും ചോദ്യം ചെയ്യണം, ആര് ചെയ്താലും ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്തിട്ട് എന്ത് കാര്യം? ഇതൊക്കെ ആരോട് പറയാൻ? പിന്നെയും തെളിക്കപ്പെടുന്ന ആടുകളെ പോലെ ഇങ്ങനെ ഇതിൻ്റെയൊക്കെ പുറകെ പോവുക എന്നുള്ളതല്ലാതെ ഒരല്പനേരം മാറി നിന്ന് ചിന്തിക്കുവാനുള്ള ഈശ്വരാനുഗ്രഹം നമുക്കുണ്ടോ എന്നുള്ളതും ഇവിടെ ചിന്തിക്കേണ്ടതാണ്. നമുക്കേതായാലും നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഇത് കഴുത കാമം കരഞ്ഞു തീർക്കുന്നത് പോലെ കരുതിയാൽ മതി. ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത് നിങ്ങളെക്കാൾ നന്നായിട്ട് എനിക്കറിയാമെന്നുള്ളത് കൊണ്ട് പിന്നെന്തിനാ ഇതൊക്കെ പറഞ്ഞത് എന്നൊരു ചോദ്യമുണ്ട്. അതൊരു എവിടെയെങ്കിലും പറയണ്ടേ? പേരെടുത്തെന്താ പറയാത്തത്? വ്യക്തിപരമല്ലാത്തത് കൊണ്ടാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് ആരോടും പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. ഈ പ്രവർത്തികൾ അധർമ്മമാണ്. അത് എന്തിൻ്റെ പേരിൽ ചെയ്താലും ആര് ചെയ്താലും ശരി.
ചെയ്യുന്നവർ, ഇതിന് കൂട്ടു നിൽക്കുന്നവരും കൂടി ആലോചിക്കണം. ഇതിൽ പലരും വലിയ സന്യാസി ശ്രേഷ്ഠന്മാരാണ്. അപ്പൊ എന്നെ പോലുള്ള ആൾക്കാർ അറിയാതെ ചിന്തിച്ചു പോവുകയാണ്, അയ്യോ ഇവരെന്താ ത്യജിച്ചത്. സന്യാസം എന്ന് പറഞ്ഞാൽ സമ്യക്കാകും വണ്ണം ന്യസിച്ചതാണ്, നല്ലവണ്ണം ത്യജിച്ചവരാണ്. വേണ്ടതുപോലെ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൊള്ളേണ്ടത് കൊള്ളുകയും തള്ളേണ്ടതിനെ തള്ളുകയും ചെയ്യുന്നതാണ് സന്യാസം. ആരോട് പറയാൻ? സ്വാഭാവികമായും അനായാസമായും വന്നു ചേരും. അർത്ഥകാമങ്ങൾ സ്വധർമാനുഷ്ഠാനത്തിലൂടെ സ്വാഭാവികമായും അനായാസമായും വന്നു ചേരും. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അങ്ങ് പ്രജകൾക്ക് പ്രിയങ്കരനായ ഭരണാധിപനായി ഭവിക്കും. സ്വധർമ്മം പ്രജാപരിപാലനാനുസൃതമാണ് എങ്കിൽ അതനുഷ്ഠിച്ചാൽ പ്രിയങ്കരനായ ഭരണാധിപനായി ഭവിക്കും. അതിന് PR വർക്കൊന്നും ചെയ്യണ്ട, വലിയ ഫ്ലക്സുകളൊന്നും ഉയർത്തണ്ട. ഞങ്ങളുടെ ഭരണകാലത്തിൽ ചെയ്ത നേട്ടങ്ങൾ എന്ന് ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തണ്ട. സ്വധർമ്മം അനുഷ്ഠിക്കുന്ന ഭരണാധികാരി ജനങ്ങൾക്ക് പ്രിയങ്കരനായി തീരും എന്ന കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. ഭരണാധികാരം സ്വന്തം കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കുവാൻ ഫ്ലക്സുകളുടെ ഘോഷയാത്ര ആവശ്യമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അങ്ങ് പ്രജകൾക്ക് പ്രിയങ്കരനായ ഭരണാധിപനായി ഭവിക്കും. ഭരണാധിപൻ മാത്രമല്ല, ഏത് പ്രവൃത്തിയാണോ നമ്മൾ ചെയ്യുന്നത് അത് സ്വധർമ്മമാണെങ്കിൽ, സ്വഭാവമാണ് എങ്കിൽ അത് ശാസ്ത്രവിധി പ്രകാരം അനുഭവിച്ചറിഞ്ഞവരുടെ വാക്കുകളും കൂടി കേട്ട് അനുവർത്തിച്ചാൽ അത് അർത്ഥകാമങ്ങൾ വ്യക്തിപരമായിട്ട് തരാനിടയാക്കും എന്ന് മാത്രമല്ല, അത് നമ്മൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ നമ്മൾ പ്രിയപ്പെട്ടവരായി തീരും. ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം കേൾക്കാം.